ില്ല പുനഃപ്രസമരത്തിന്റെ സമയത്ത് പക്ഷെ വീട്ടിലേക്ക് വന്ന VS അച്യുതാനന്ദനോട് നീ കഴിച്ചുവോ, നീ വല്ലതും കഴിച്ചോ എന്നാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് ഒരു കുടുവൻ പിഞ്ഞാണത്തിൽ കഞ്ഞി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് വീട്ടുകാർ. അത് കഴിച്ച ഉടനെ VS ഇറങ്ങാൻ പോവുകയാണ്. എന്താണ് പറയേണ്ടതെന്നറിയില്ല, ഇനി കാണുമോ എന്നറിയില്ല. അന്ന് VS ചേട്ടനോട് പറയുന്നത് പോകാതിരിക്കാൻ കഴിയില്ല, എത്രയോ സഖാക്കളുണ്ട്, നാടിനു വേണ്ടിയല്ലേ, സമാധാനിക്ക്, ഞാൻ തിരിച്ചു വരും എന്നാണ്. നാടിനു വേണ്ടി തിരിച്ചു വന്നതാണ് VS. പുനഃപ്രവയലാർ സമരത്തിന് ശേഷം സ്വന്തം ജീവൻ VSന് നഷ്ടപ്പെട്ടു എന്ന് കരുതി കാട്ടുപൊന്തയിൽ കളഞ്ഞ ഇടത്ത് നിന്ന് തിരിച്ചു വന്നതാണ്, അതിജീവിച്ച് വന്നതാണ്, ഉയർത്തെണീറ്റ് വന്നതാണ് VS ഈ നാടിനു വേണ്ടി. ചുവന്ന പൂക്കളുമായി സഖാവിനെ VSനെ അവസാനമായി കാണാൻ നിൽക്കുന്ന ഇന്ത്യൻ ഓയിൽ പമ്പിലെ ജീവനക്കാരാണ്. എന്താണ് VSന്റെ ഓർമ്മ? VS അല്ലേ ഞങ്ങളുടെ എല്ലാ ഊർജ്ജം, ഞങ്ങളുടെ തൊഴിലാളികളുടെ ഊർജ്ജം VS തന്നെയാണ്. ഇനി എന്നും VS തന്നെ ആയിരിക്കും. നമ്മൾ വിട്ടുപിരിഞ്ഞ VSന് വേണ്ടി ഞങ്ങൾ ഒരു നോക്ക് കാണുവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. VSന്റെ ഓർമ്മ എന്താ? VS ഞങ്ങളുടെ രക്തസാക്ഷിയാണ്, ഞങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ആളായിരുന്നു. അതുകൊണ്ട് അവർക്ക് മുൻപ് കണ്ടിട്ടുണ്ടോ VSനെ? നേരിട്ട് കണ്ടിട്ടില്ല, എന്നാലും ഞങ്ങൾ VSന്റെ ആളാണ്. ചുവന്ന റോസാപ്പൂവുമായി VSനെ അവസാനമായി കാണാനെത്തിയ തൊഴിലാളികളെയാണ് നമ്മൾ കാണുന്നത്. ഉള്ളിൽ എന്താ VSന്റെ ഓർമ്മ? ഓർമ്മ ഞങ്ങൾക്ക് വളരെ അധികം സങ്കടമുണ്ട്. കാരണം നമുക്ക് ഒരുപാട് നമ്മൾ തൊഴിലാളികളുടെ കൂടെ നിന്ന ഒരു മനുഷ്യനാണ്. മുന്നേ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇപ്പം ആദ്യമായിട്ട് അല്ല, ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. നമ്മുടെ SUT-യിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് നമുക്കറിയാം. എന്തായിരുന്നു VSന് ഏറ്റവും ഇഷ്ടമുണ്ട്? നമ്മളെല്ലാം വിട്ടുപോയി ആ ഒരു സങ്കടം. ഇത്രയും കാലം ജീവിച്ചിരിക്കാൻ ദൈവം അനുഗ്രഹിച്ചതിന് വളരെ നന്ദി. നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ VS പകർന്നു തന്ന കുറെ പോരാട്ട വീര്യങ്ങളും തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിച്ചൊക്കെ ഇല്ലേ ഉള്ളിൽ, അല്ലേ? വിഷമിക്കണ്ട. പൂക്കളാണ് റോസാപ്പൂക്കൾ എന്ന് പറയുന്നത് വളരെ കാൽപ്പനികമാണ്. പ്രണയത്തിന്റെയോ അങ്ങനെ വളരെ നൈർമല്യ ഭാവങ്ങളിലൊക്കെ മനുഷ്യൻ പങ്കുവെക്കുന്നതൊന്നാണ്. പക്ഷേ VSനെ കുറിച്ചോർത്ത് കണ്ടമിടറി വിളിക്കുന്ന മുദ്രാവാക്യം അതാണ്, ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ എന്നുള്ളത്. കാൽപ്പനികത പോയിട്ട്, കാവ്യഭാവനകൾ പോയിട്ട്, ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെ അങ്ങനെ അഭിമുഖീകരിച്ച മനുഷ്യനാണ് ഹൃദയത്തിന്റെ റോസാപ്പൂവായി മനുഷ്യന്റെ ഉള്ളിൽ പരിലസിക്കുന്നത്. ഈ കാണുന്നത് SUT ആശുപത്രിയാണ്. കഴിഞ്ഞ മരണം വരിക്കുന്നതിന് മുൻപ് 28 ദിവസങ്ങൾ VS കഴിഞ്ഞിരുന്നത് ഇവിടെയാണ്. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് അസുഖബാധിതനായ VS അച്യുതാനന്ദനെ SUT ആശുപത്രിയിലേക്കാണ് ചികിത്സയിൽ കൊണ്ടുവന്നിരുന്നത്. എല്ലാ ദിവസവും വിദഗ്ധ ഡോക്ടർമാരുടെ പരിചരണമുണ്ടായിരുന്നു, പരിശോധനകളുണ്ടായിരുന്നു, വിലയിരുത്തലുകളും കൂടിക്കാഴ്ചകളും നടക്കുന്നുണ്ടായിരുന്നു. SUT ആശുപത്രിയുടെ മുന്നിൽ മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. VS ആരോഗ്യവാനാണ്, VS മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് തുടങ്ങിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക്, VSന്റെ അണികളിലേക്ക്, VSന്റെ ഇഷ്ടക്കാരിലേക്ക് പങ്കുവെച്ച് നൽകുന്നുണ്ടായിരുന്നു. അവിടെ 28 ദിവസമാണ് VS ചെലവഴിച്ചത്. ശേഷം VSന്റെ ആരോഗ്യനില വഷളാവുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരം 3:20 കൂടിയാണ് അന്ത്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. SUT ആശുപത്രിയും പിന്നിട്ട് VSനെ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര മുന്നോട്ട് പോവുകയാണ്.